എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ വിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് GI പൈപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കാണ്. ഈ സൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് പില്ലർ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സൈറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം നമുക്ക് GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിലുള്ള കോൺക്രീറ്റ് പോസ്റ്റ് ആണെങ്കിലും ഈ ഫ്രണ്ട് സൈഡ് മാത്രം നമ്മൾ GI പൈപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. മറ്റ് 6 അടി ഹൈറ്റോളം ഉള്ള ചെയിൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. മറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കണ്ണികളുടെ അകലം 3 ഇഞ്ച് ഗ്യാപ്പാണ്, 2.5 ആണ്. ഇത് ഹൈറ്റ് വന്നിട്ട് 6 ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് വന്നിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റ് പോസ്റ്റിന് പകരം GI പൈപ്പാണ്. ഫ്രണ്ട് സൈഡ് മാത്രം ഒരു 10-15 മീറ്ററോളം നമുക്ക് ഫ്രണ്ട് സൈഡ് മാത്രം GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. കോൺക്രീറ്റ് വേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു സ്റ്റെപ്പ് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ മാത്രം നമ്മൾ GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് സ്റ്റെപ്പായിട്ട് വരുന്ന ഏരിയകളിൽ മാത്രം നമ്മൾ GI പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മുടെ ലാൻഡിൻ്റെ ഓണർ ബിജു സാറാണ്. നമ്മളൊരു 3-4 കൊല്ലത്തെ ബന്ധമുണ്ട് ഞാൻ ബിജു സാറുമായിട്ട്. കാരണം ബിജു സാർ ആദ്യം ഈ സൈറ്റല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. താഴെ ഒരു സൈറ്റായിരുന്നു. 4 കൊല്ലം മുമ്പ് നമ്മൾ വന്ന് നോക്കിയതായിരുന്നു. അതിന് ശേഷമാണ് ബിജു സാറ് നമ്മളിങ്ങോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യണം. ഒരു 750 മീറ്ററോളം നമ്മുടെ ഈ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സാർ ബിജു സാർ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ഇസ്സാം ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3-4 വർഷത്തെ പരിചയമുണ്ട്. മിസ്റ്റർ ശ്യാമം ഞങ്ങൾ പരിചയപ്പെട്ടു. അതിനുശേഷം ഈ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു 2-3 മാസം മുമ്പാണ്. അതിനുശേഷം ഞാൻ വർക്കിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. അതായത് ചെയിൻ ലിങ്ക് വേണോ, പിന്നെ കമ്പിവേലി വേണോ, ഇത് രണ്ടും കൂടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു 3-4 സൈറ്റ് ഇവർ തന്നെ ചെയ്ത് പോയി കണ്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ചെയിൻ ലിങ്ക് തമ്മിലുള്ള വ്യത്യാസം. കമ്പിവേലി ചെയ്തെടുത്ത് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പം അവർക്ക് അത്ര തൃപ്തി കാണുന്നില്ല. അവർ 2-3 പേര് കസ്റ്റമർ അഭിപ്രായം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ചെയിൻ ലിങ്കിലേക്ക് വന്നത്. ചെയിൻ ലിങ്ക് ഇത് ചെയ്ത് വർക്ക് 2 സ്ഥലങ്ങളിൽ എൻ്റെ ചെയ്യുന്നത് കൂടാതെ കണ്ടു. അതിൽ അവരോട് ചോദിച്ചപ്പോൾ ആ കസ്റ്റമറും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അവിടെ പന്നിശല്യം, മുള്ളൻ, അങ്ങനെ കുറേ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടായിട്ടില്ല. ഇവർ തന്നെ ചെയ്ത വർക്കാണ്. അപ്പോൾ അതിന് ശേഷമാണ് ചെയിൻ ലിങ്കിലേക്ക് വന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. എനിക്ക് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ മിസ്റ്റർ ശ്യാം പിന്നെ കസ്റ്റമറോടും അവരുടെ വർക്കേഴ്സിനോട് ഒരേപോലെ എപ്പോഴാണേലും കാര്യങ്ങൾ അവരോട് തുറന്ന് പറയുക. ഒരു കസ്റ്റമർ ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ വിളിച്ചാലും ഇവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ, കാസർഗോഡ്, പിന്നെ കർണാടകയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് വർക്കുകൾ കൂടുതലുള്ളത്. ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കോൾ വിളിച്ചാൽ വിത്തിൻ 5 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണെങ്കിലും വീണ്ടും റിപ്ലൈ ചെയ്യും. അതുപോലെ സൈറ്റ് വരുമ്പോൾ വന്ന് കസ്റ്റമർ ചെയ്യുന്ന വർക്കുകൾ നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ വർക്കേഴ്സ് ഇവിടെ ചെയ്യുമായിരുന്നു, മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഈ
ബൈൻഡ് ചെയ്ത സമയത്ത് എന്തോ ശ്യാമ് പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ ശ്യാമ് തന്നെ മേടിച്ച് പ്ലെയറൊക്കെ മേടിച്ച് കറക്റ്റായിട്ട് ചെയ്യും, വർക്കേഴ്സിനോട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ വളരെ എല്ലാ രീതിയിലും വളരെയധികം തൃപ്തിയുള്ളൊരു വർക്കായിരുന്നു. ഒരു മോശമായിട്ടൊന്നും പറയേണ്ട ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ധാരാളം പേര് കാണാൻ വരികയും അതോടൊപ്പം തന്നെ നമ്മുടെ നമുക്കൊരു 3-4 ലേബേഴ്സ് ഉണ്ട് ഇവിടെ, അവരുടെ പരിചയത്തിൽപ്പെട്ടവരാണേലും വന്ന് സൈറ്റ് കാണുകയും അങ്ങനെ ഒരുപാട് നല്ല ഒരു അഭിപ്രായമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്.